നമസ്കാരം. മാൻകോവ വെച്ച് ഒരു ഡേറ്റ അനാലിസിസ് ചെയ്യാൻ പ്ലാനുണ്ടോ? എങ്കിൽ അതിനു മുമ്പ് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു പ്രീ അനാലിസിസ് ചെക്ക്ലിസ്റ്റിലൂടെ നമുക്ക് കടന്നുപോകാം. ഓക്കെ, നമുക്കൊരു സാഹചര്യം സങ്കല്പിച്ചു നോക്കാം. നിങ്ങളൊരു പുതിയ തെറാപ്പി പരീക്ഷിക്കുകയാണ്. നിങ്ങൾക്കറിയേണ്ടത് ഉത്കണ്ഠയും വിഷാദവും. ഈ രണ്ടിലും ആ തെറാപ്പിക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റിയെന്നാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഓരോ രോഗിയുടെയും നിലവിലെ സ്ട്രെസ് ലെവൽ വ്യത്യസ്തമാണ്. അത് നമ്മുടെ റിസൾട്ടിനെ ബാധിച്ചേക്കാം. അപ്പോൾ ഇതുപോലൊരു സങ്കീർണമായ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം കണ്ടെത്തും? സാധാരണ ടെസ്റ്റുകൾ ഇവിടെ മതിയാവില്ല, അല്ലേ? നമുക്കൊരു സ്പെഷ്യൽ ടൂൾ തന്നെ വേണം. ആ സ്പെഷ്യൽ ടൂളിന്റെ പേരാണ് മാൻകോവ. ഇതിന്റെ പേര് കേട്ട് പേടിക്കണ്ട. സിമ്പിളായി പറഞ്ഞാൽ, ഇത് പല ഗ്രൂപ്പുകളെ പല ഔട്ട്കം വേരിയബിളുകളില് ഒരേ സമയം താരതമ്യം ചെയ്യും. അതോടൊപ്പം നമ്മുടെ റിസൾട്ടിനെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള ചില വേരിയബിളുകളുടെ സ്വാധീനം എടുത്ത് മാറ്റുകയും ചെയ്യും. ഈ വഴിതെറ്റിക്കുന്ന വേരിയബിളുകളെയാണ് നമ്മൾ കോവേരിയേറ്റുകളെന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ, മാൻകോവ നമ്മുടെ കണ്ടെത്തലുകൾക്ക് കൂടുതൽ കൃത്യത നൽകുന്നു. നമ്മുടെ ഈ മാൻകോവ അനാലിസിസിനെ ഒരു റോക്കറ്റ് വിക്ഷേപണം പോലെ കാണാം. അങ്ങനെയാണെങ്കിൽ അനാലിസിസ് തുടങ്ങുന്നതിന് മുൻപുള്ള ഈ പരിശോധനകൾ ഒരു പ്രീ ഫ്ലൈറ്റ് ചെക്ക്ലിസ്റ്റ് പോലെയാണ്. ഇതൊരു വെറും നിയമങ്ങളുടെ ലിസ്റ്റല്ല, മറിച്ച് നമ്മുടെ ദൗത്യം വിജയകരമാകുമെന്നുറപ്പുവരുത്തുന്ന, നമ്മുടെ കണ്ടെത്തലുകൾ വിശ്വസനീയമാണെന്ന് ഉറപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില സുരക്ഷാ പരിശോധനകളാണ്. നമ്മുടെ ഈ ചെക്ക്ലിസ്റ്റിന് പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട്. ആദ്യം, നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഡാറ്റയുടെ അടിസ്ഥാനം ഉറപ്പാക്കും, ഒരു കെട്ടിടത്തിന്റെ പ്ലാൻ പോലെ. രണ്ടാമത്, വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശരിയായ രീതിയിലാണോ എന്ന് നോക്കും. അവസാനം, നമ്മൾ താരതമ്യം ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ സ്വഭാവം നിരീക്ഷിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ശരി, നമ്മുടെ ചെക്ക്ലിസ്റ്റിലെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ഡാറ്റയുടെ ബ്ലൂപ്രിന്റ് പരിശോധിക്കാം. അതായത്, അനാലിസിസ് തുടങ്ങുന്നതിന് മുമ്പ് ഡാറ്റയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം പക്കയാണോന്ന് ഉറപ്പുവരുത്തണം. ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്: നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഡേറ്റ ഉണ്ടോ? ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലും ഡേറ്റയുടെ അളവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനൊരു സിമ്പിൾ നിയമമുണ്ട്. നിങ്ങൾ പഠിക്കുന്ന ഓരോ ഗ്രൂപ്പിലും നിങ്ങൾ അളക്കുന്ന ഔട്ട്കം വേരിയബിളുകളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ ആളുകളോ സാമ്പിളുകളോ ഉണ്ടായിരിക്കണം. അതെന്തിനാണെന്നോ? അല്ലെങ്കിൽ നമ്മുടെ മോഡലിന് ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല. അതിന് വേണ്ടത്ര പവർ അഥവാ ശേഷി ഇല്ലാതെ പോകും. അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളുകളും കോവേരിയേറ്റുകളും പരസ്പരം ഒരേ കാര്യം തന്നെ ആവർത്തിക്കരുത്. ഓരോന്നിനും അതിൻ്റേതായ ഒരു പങ്ക് വഹിക്കാനുണ്ടാവണം. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മളിതിനെ മൾട്ടി കൊളിനിയാരിറ്റി എന്ന് പറയും. മൾട്ടി കോളിനിയാരിറ്റി ഉണ്ടായാൽ ഏത് വേരിയബിളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫലത്തെ സ്വാധീനിക്കുന്നതെന്ന് മോഡലിന് തിരിച്ചറിയാൻ പറ്റാതെ വരും. ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഉദാഹരണത്തിന്, വിദ്യാഭ്യാസവും വരുമാനവും തമ്മിൽ നല്ല ബന്ധമുണ്ട്, അല്ലേ? ഇവ രണ്ടും ഒരേ സമയം ഒരു മോഡലിൽ ഉപയോഗിച്ചാൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യമെന്ന് കണ്ടെത്താൻ നമ്മുടെ മോഡല് ബുദ്ധിമുട്ടും. ഇത് നമ്മുടെ റിസൾട്ടിന്റെ വിശ്വാസ്യതയെ സാരമായി ബാധിക്കും. നമ്മുടെ ഡാറ്റ ബ്ലൂപ്രിന്റ് പരിശോധനയിലെ അവസാനത്തെ ഐറ്റം ഇതാണ്: ഔട്ട്ലയറുകൾ. അതായത്, കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന വളരെ വ്യത്യസ്തമായ 1-2 ഡാറ്റാ പോയിന്റുകൾ. ഒരു ക്ലാസ്സിലെ മറ്റു കുട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരു കുട്ടി പോലെ. ഇവ നമ്മുടെ ശരാശരിയെയും അതുവഴി മൊത്തത്തിലുള്ള ഫലങ്ങളെയും വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഒരൊറ്റ വേരിയബിളിൽ മാത്രമുള്ള ഔട്ട്ലെയറിനെ കണ്ടെത്താൻ എളുപ്പമാണ്. എന്നാൽ പല വേരിയബിളുകൾ ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ഒരു കേസ് ഔട്ട്ലെയർ ആണോ എന്ന് കണ്ടെത്താൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടൂൾസ് വേണം. അതിലൊന്നാണ് മഹലനോബിസ് ഡിസ്റ്റൻസ്. ഓരോ ഡേറ്റാ പോയിന്റും മറ്റു ഡേറ്റയിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണെന്ന് പല ഡയമെൻഷനുകളിൽ ഒരുമിച്ച് അളക്കാൻ ഇത് സഹായിക്കും. അങ്ങനെ നമ്മുടെ അനാലിസിസിനെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ളവരെ നമുക്ക് കണ്ടെത്താനാകും. ഓക്കെ, നമ്മുടെ ഡേറ്റയുടെ അടിസ്ഥാനം നമ്മൾ ഉറപ്പിച്ചു. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിന്റെ എഞ്ചിൻ ഭാഗങ്ങൾ, അതായത് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം. മാൻകോവ ഉൾപ്പെടുന്ന ജനറൽ ലീനിയർ മോഡലിന്റെ അടിസ്ഥാനശിലയാണ് ലീനിയാരിറ്റി. അതായത്, നമ്മുടെ വേരിയബിൾസ് തമ്മിൽ ഒരു നേർരേഖാ ബന്ധമുണ്ടെന്ന അനുമാനത്തിലാണ് ഈ മോഡൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് കൂടുമ്പോൾ മറ്റേതും ഒരു നേർരേഖയിൽ കൂടുകയോ കുറയുകയോ ചെയ്യണം. ഈ ബന്ധം വളഞ്ഞതാണെങ്കിൽ മോഡലിന്റെ കണക്കുകൂട്ടലുകൾ മൊത്തം തെറ്റാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മാൻകോവയുടെ ഏറ്റവും സവിശേഷമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുമാനമാണ്. ഇതിന്റെ പേരാണ് ഹോമോജീനിറ്റി ഓഫ് റിഗ്രഷൻ സ്ലോപ്സ്. ഇത് ശരിയല്ലെങ്കിൽ നമ്മുടെ അനാലിസിസിന്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ തെറ്റിപ്പോകും. ഈ ആശയം ഈ സ്ലൈഡ് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്.
സമാന്തര പാതകൾ കണ്ടില്ലേ? കോവേരിയറ്റും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള ബന്ധം നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും ഒരുപോലെയാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. കാരണം അപ്പോൾ മാത്രമേ കോവേരിയറ്റിന്റെ സ്വാധീനം നമുക്ക് ശരിയായി ക്രമീകരിക്കാൻ പറ്റൂ. മറിച്ച് കുറുകെയുള്ള പാതകൾ പോലെ ഓരോ ഗ്രൂപ്പിലും ഈ ബന്ധം വ്യത്യസ്തമാണെങ്കിൽ കോവേരിയറ്റിന്റെ സ്വാധീനം ക്രമീകരിക്കുന്നതിൽ അർത്ഥമില്ലാതാകും. നമ്മുടെ പ്രീ ഫ്ലൈറ്റ് ചെക്ക്ലിസ്റ്റിലെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ താരതമ്യം ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ചില അനുമാനങ്ങളാണ് പരിശോധിക്കാൻ പോകുന്നത്. മൾട്ടിവേരിയറ്റ് നോർമാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഓരോ വേരിയബിളും തനിയൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പാലിക്കണമെന്നതിലുപരി വേരിയബിളുകളുടെ എല്ലാ കോമ്പിനേഷനുകളും ഒരുമിച്ചൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കണമെന്നാണ്. ഇത് നമ്മുടെ ടെസ്റ്റിന്റെ കൃത്യത വർദ്ധിപ്പിക്കാൻ വളരെ പ്രധാനമാണ്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് സങ്കീർണമായി തോന്നിയേക്കാം, പക്ഷേ ആശയം വളരെ ലളിതമാണ്. 2 കാര്യങ്ങളാണ് ഇവിടെ ഉറപ്പുവരുത്തേണ്ടത്. ഒന്ന്, ഓരോ ഗ്രൂപ്പിലെയും ഡേറ്റയുടെ വ്യാപനം അല്ലെങ്കിൽ വേരിയബിലിറ്റി ഏകദേശം ഒരുപോലെയായിരിക്കണം. 2, നമ്മുടെ ഔട്ട്കം വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം എല്ലാ ഗ്രൂപ്പുകളിലും സമാനമായിരിക്കണം. ഈ അനുമാനം തെറ്റിയാൽ ഇല്ലാത്ത വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ ടെസ്റ്റ് തെറ്റായി റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടും. ഇതിനെയാണ് നമ്മൾ ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. സാധാരണയായി ബോക്സസ് എം ടെസ്റ്റ് ഉപയോഗിച്ചാണ് ഇത് പരിശോധിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രീ ഫ്ലൈറ്റ് ചെക്ക് ലിസ്റ്റ് പൂർത്തിയായിരിക്കുന്നു. ഡേറ്റയുടെ ബ്ലൂപ്രിന്റ്, എൻജിൻ റിലേഷൻഷിപ്പുകൾ, ഗ്രൂപ്പ് സ്വഭാവം എല്ലാം നമ്മൾ പരിശോധിച്ചു. എല്ലാ സിസ്റ്റമും ഗ്രീനാണ്. ഇനി നമ്മുടെ അനാലിസിസ് എന്ന ദൗത്യം തുടങ്ങാൻ നമ്മൾ പൂർണ്ണമായും തയ്യാറാണ്. അപ്പോ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ ഒരു സംഗ്രഹം നോക്കാം. ഓരോ പരിശോധനയും എന്താണെന്നും അത് ലളിതമായി എന്തിനെക്കുറിച്ചാണെന്നും അത് അവഗണിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും ഈ ടേബിള് ഒറ്റ നോട്ടത്തിന് നമുക്ക് കാണിച്ചു തരുന്നു. ഓർക്കുക, ഒരു നല്ല അനാലിസിസ് എന്ന് പറയുന്നത് വെറുതെ ഒരു സോഫ്റ്റ്വെയറിലെ ബട്ടൺ അമർത്തുന്നതല്ല, മറിച്ച് അതിനു പിന്നിൽ ഇത്രയും ചിട്ടയായ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ഇത് നമ്മുടെ കണ്ടെത്തലുകളുടെ വിശ്വാസ്യതയും നിലവാരവും ഉറപ്പുവരുത്തും. നമ്മുടെ വിശകലനം ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ എല്ലാ അനുമാനങ്ങളും ശരിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം നമ്മുടെ ഫലങ്ങൾ കൃത്യമാണ്. പക്ഷെ ഒരു നിമിഷം, സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ഉപകരണം മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നമ്മുടെ ഈ കണ്ടെത്തലുകൾക്ക് യഥാർത്ഥ ലോകത്ത് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഈ നമ്പറുകൾക്ക് പ്രായോഗികമായ ഒരർത്ഥമുണ്ടോ? അടുത്ത തവണ നിങ്ങളൊരു അനാലിസിസ് നടത്തുമ്പോൾ ഈ ചോദ്യം സ്വയം ചോദിക്കാൻ മറക്കരുത്. നന്ദി.